ഈ ശ്വേതാ മേനോനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഇപ്പോൾ ശ്വേതാ മേനോന് പിന്തുണയുമായി എതിർ സ്ഥാനാർത്ഥിയായ ദേവൻ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം അവർ അഭിനയിച്ച സിനിമകൾ സെൻസർഷിപ്പോടുകൂടി പുറത്തു വന്ന സിനിമകളാണ്. ആ കഥാപാത്രം ആവശ്യപ്പെടുന്നതിനാവശ്യമായ സെക്സ് രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്, മോഹൻലാൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടല്ലോ. സ്വാഭാവികമായും അതൊരു കാരണമായി എടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്ന അതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നടിയെ ആക്രമിച്ച കേസെന്ന് പറഞ്ഞാൽ സിനിമയിൽ ചെയ്ത കാര്യമല്ല. അപ്പോൾ അതുപോലെ സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ സെക്സ് രംഗങ്ങളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ സൈഡ് ലൈൻ ചെയ്യുന്നതിനോട് യോജിപ്പില്ല. പക്ഷേ ബാബുരാജിൻ്റെ അനുയായികളൊന്നും തന്നെ മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു വസ്തുത. ഏതായാലും ശ്വേതാ മേനോന് പിന്തുണയേറുന്നു. ഇപ്പോൾ ദേവൻ ഉൾപ്പെടെ രംഗത്ത് വന്നതോടുകൂടി ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു വനിതാ ഭരണസാരഥ്യത്തിലേക്ക് എത്തുമ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു സംഭവം കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള വനിതകൾ തന്നെ ഈ വനിതയ്ക്കെതിരാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഈ സ്ത്രീ തന്നെ സ്ത്രീക്ക് എതിരാകുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും വലിയ കോംപ്ലിക്കേറ്റഡായി മാറുന്നൊരു വിഷയം. എനിക്ക് തോന്നുന്നു മോഹൻലാലൊക്കെ ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇവിടെ അലമ്പാവുന്നതിന് മുമ്പ് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് പോയതായിരിക്കണം. പക്ഷേ ഇതിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് സിനിമ രംഗത്തിന് തന്നെ അതൊരു നാണക്കേടുണ്ടാക്കുന്ന വിഷയത്തിലേക്ക് കാര്യങ്ങളെത്തും. കാരണം പൊതുവേ കേരളീയ പൊതുസമൂഹമൊക്കെ സിനിമാ നടന്മാരോടും നടികളോടുമൊക്കെ വലിയ ആരാധന വെച്ച് പുലർത്തുന്ന ഒരു രീതിയാണ് വളരെ കാലമായി നിലനിൽക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവം ഇത്തരത്തിലുള്ള ദൂഷ്യങ്ങളാണ് എന്നറിയുമ്പോൾ ഇവരോടുണ്ടായിരുന്ന ആരാധനയ്ക്കൊക്കെ കോട്ടം സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരു വലിയ തർക്കങ്ങളില്ലാതെ ഈ അധികാരത്തിന് വേണ്ടി വടംവലിയൊന്നും കൂടേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയാണ് അടിപിടി കൂടുന്നതെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനും കൂടുതൽ സാമ്പത്തിക ഉന്നമനം ഉണ്ടാക്കാനും ഒക്കെ കഴിയും. ഈ അധികാരത്തിന് വേണ്ടി കിടന്ന് ഇങ്ങനെ കടിപിടി കൂടേണ്ട കാര്യമില്ല. എല്ലാവരും കൂടെ സമവായത്തിലെത്തിക്കൊണ്ടൊരു തീരുമാനത്തിലെത്തുന്നതാണ് നല്ലത്. ശരിക്കും പറഞ്ഞാൽ അതാണ് വേണ്ടത്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും കഴിഞ്ഞ ദിവസം സാന്ദ്ര തോമസൊക്കെ വലിയ അടിയുണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. അതായത് ബൈലോ പ്രകാരം എന്താണോ പ്രശ്നം അത് ഇപ്പോൾ ഏത് സ്ഥാനാർത്ഥിയാണ്, ഇപ്പോൾ PV അൻവർ തന്നെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി അവിടെ പത്രിക നൽകി. ആ പത്രിക എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഇതൊരു സിസ്റ്റമാണ്, ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ വയലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിനകത്തൊക്കെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ ഇവരുടെ ക്രെഡിബിലിറ്റിയാണ് പോകുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഇത് മൊത്തം ഇപ്പോൾ ലൈവായി പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണോ, അടിയാണോ, അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുണ്ടോ, എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്ന രീതിയിൽ ആൾക്കാർ ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സുതാര്യത ഉറപ്പുവരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഒരു അച്ചടക്കം പാലിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മീഡിയയെ ഒഴിവാക്കിക്കൊണ്ട് അവർ പരസ്പരം ഒരു കമ്മിറ്റി കൂടി അത് ചർച്ച ചെയ്ത് ഇത്തരത്തിലുള്ള വഴക്കുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം ഇതിലുള്ള ഭാരവാഹികൾക്കും എല്ലാം തന്നെ ഉള്ളതാണ്. ഒന്നുമില്ലെങ്കിലും കുറേയേറെ പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. കാരണം സിനിമയിൽ അവസരമില്ലാത്ത അവശ്യ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അവർക്ക് മരുന്ന് വാങ്ങാനും അത്യാവശ്യം ഭക്ഷണം വാങ്ങാനുള്ളൊരു തുക എല്ലാ മാസവും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഘടന നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞതുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് ഈ നല്ലൊരു ഭാരവാഹിത്വത്തെ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ സംഘടന മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ സിനിമയ്ക്കും ഉണർവുണ്ടാവും, സിനിമാ ലോകത്തിനും അതൊരു ഉണർവുണ്ടാവും എന്നിവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? ഞാനിതിൽ ശ്വേതാ മേനോനെതിരെയുള്ള കേസും ശ്വേതാ മേനോൻ മത്സരിക്കുന്നതും രണ്ടായിട്ട് കാണാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഇതിലാദ്യം നമുക്ക് കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം ശ്വേതാ മേനോൻ ഈ നഗ്ന ചിത്രം അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് ശ്വേതാ മേനോനെതിരെ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ പരാതിയിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിനിമകൾ ഇവർ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന 3 സിനിമകളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ 3 സിനിമകളും ഇന്നിറങ്ങിയതല്ല, ഇന്നലെയും ഇറങ്ങിയില്ല, ഈ 2025 ഇറങ്ങിയതല്ല. കുറേ നാളുകൾക്ക് മുൻപേ ഇറങ്ങിയ ഒരു സിനിമ. ആ സിനിമയിൽ ഈ കുറച്ച് എന്താ പറയുക സെക്സി ആയിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കെതിരെ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഒന്നാമത്തെ കാര്യം, ഈ നാട്ടിൽ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. സെൻസർ ബോർഡ് സെൻസർ ചെയ്തിട്ട് അത് തിയേറ്ററിൽ കാണിക്കാൻ പറ്റും, 4 ആളുകൾക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്, അത് സമൂഹത്തിന് ദോഷകരമായിട്ടൊന്നുമില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. നമ്മളിപ്പോൾ JSK എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ നടിയുടെ പേര് ജാനകി എന്നായതുകൊണ്ട് അത് മതവികാരം വ്രണപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട്
ആ സിനിമ റിലീസ് ചെയ്യാൻ സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കാൻ നീക്കങ്ങളുണ്ടായ ഒരു നാടാണ് നമ്മുടേത്. അപ്പം സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് അവർ അത്രയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. ഇനി സെക്ഷൽ കണ്ടന്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. സെക്ഷൽ കണ്ടന്റ് ഉള്ള സിനിമകൾ ഈ നാട്ടിൽ റിലീസ് ആവാറുണ്ട്. അതിന് അഡൽട്സ് ഓൺലി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാറ്റഗറിയിലാണ് ആ സിനിമകൾ റിലീസ് ആവുക ഇതിനു മുമ്പും. അപ്പോൾ ഇദ്ദേഹം ഈ പരാതി കൊടുത്ത ആള് ഇവരുടെ 3 സിനിമകളിൽ സെക്സി ആയിട്ട് അഭിനയിച്ചു എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ എങ്ങനെയാണ് എന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇനി പോലീസ് ഇത് ഏത് വകുപ്പിൽപ്പെടുത്തിയാണ് ഇത് എങ്ങനെയാണ് കേസെടുത്തതെന്നും മനസ്സിലായിട്ടില്ല. ഒന്നുകിൽ കാരണം പോലീസ് ഏത് വകുപ്പിൽ കേസെടുക്കണമെങ്കിൽ തന്നെ അത് ഒരു കാറ്റഗറിയിലും പെടാത്ത ഒരു സിനിമ സെൻസർ ബോർഡില്ല അനുമതി ഇല്ലാതെ പൊതുജന മധ്യത്തിലേക്ക് വിട്ടു കഴിഞ്ഞാലാണ് പോലീസിന് അങ്ങനെ കേസെടുക്കാൻ പറ്റുക. അതുകൊണ്ട് ഈ കേസ് രാഷ്ട്രീയക്കാർ പറയും പോലെ കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കുന്ന കേസല്ല എന്നുള്ളതാണ് വസ്തുത. അതിൽ ശ്വേതാ മേനോന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ശ്വേതാ മേനോന് അതിനകത്ത് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള തർക്കങ്ങളാണല്ലോ ഇപ്പോൾ വരുന്നൊരു കാര്യം. അമ്മയുടെ ഇലക്ഷനിൽ ഏകദേശം 500-ഓളം മെമ്പർമാരുണ്ട്. ഈ 500-നടുത്തുള്ള മെമ്പർമാരിൽ ഒരു 200 പേര് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യം എന്ന് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പല സ്ഥലങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ പല സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ തന്നെ പല സ്ഥലങ്ങളിലാണ് നമ്മുടെ അമ്മയിലെ പല മെമ്പർമാരും ഇപ്പോഴുള്ളത്. അവർ എല്ലാവരും ഈ ആഗസ്റ്റ് 15-ാം തീയതി ആകുമ്പോൾ ഇവിടെ എത്തും എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. കാരണം പലരും സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ സിനിമയുടെയും ഷൂട്ടിങ്ങുകൾ നിർത്തിവെച്ചിട്ട് അന്നത്തെ ഒരു ദിവസത്തേക്ക് ഇലക്ഷന് വേണ്ടി കൊടുക്കും, ഇലക്ഷന് വേണ്ടി പോകാം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കില്ല അമ്മയിലുള്ളത്. അവർക്കെല്ലാം ജൂൺ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ച എങ്ങാണ്ടാണ് ഇവരുടെ ഈ ജൂൺ 26-28 എങ്ങാണ്ടാണ് അമ്മയുടെ വാർഷിക ജനറൽ ബോഡി സാധാരണഗതിയിൽ വരാറ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഈ വർഷത്തേത് കഴിഞ്ഞ് ഇനി അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് ആ ഡേറ്റ്സ് ഒക്കെ ചാർട്ട് ചെയ്ത് സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാറാണ് പതിവ്. കാരണം ആ ദിവസങ്ങളിൽ ഷൂട്ടിംഗ് ഉണ്ടാവാറില്ല ആർട്ടിസ്റ്റുകളില്ലാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആളുകൾക്ക് വരുമ്പോൾ നടന്മാർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇത് ആഗസ്റ്റ് 15-ൻ്റെ ഇലക്ഷന് വേണ്ടി മാത്രം ആളുകൾ വരണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. എറണാകുളത്തിൻ്റെ സമീപ ജില്ലകളിലും ഉള്ള ആളുകളൊക്കെ ഒരു പക്ഷേ ഇതിന് വരും. കണ്ണൂർ, കാസർഗോഡൊക്കെയുള്ള ആളുകളൊക്കെ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടം വരെ വരുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത്, ആരൊക്കെ അതിനുവേണ്ടി തയ്യാറാകും എന്നുള്ളത്. രണ്ടാമത്തെ, ഈ ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ടൊരു എന്താ പറയുക ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇതിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഒരു നടി അതിൻ്റെ പ്രധാനപ്പെട്ട പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ളതാണ്. മലയാള സിനിമയുടെ താരസംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിത അതിൻ്റെ കീ പോസ്റ്റിലേക്ക് നോമിനേഷൻ കൊടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ ശ്വേതാ മേനോന് അനായാസം ജയിച്ച് അതിൻ്റെ പ്രസിഡന്റ് ആകാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ആൾക്ക് കൃത്യമായിട്ട് ഇവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അവരുടേതായ രീതിയിലുള്ള കൃത്യമായിട്ട് വ്യക്തിത്വവും നിലപാടും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ശ്വേതാ മേനോനെ അടയാളപ്പെടുത്താൻ സാധിക്കുക. അവർ ചില വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ, ചില വിഷയങ്ങളിൽ മിണ്ടാതിരിക്കുന്നത് പോലും അവരുടെ നിലപാടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരുമ്പം സ്വാഭാവികമായിട്ടും അമ്മയുടെ പെൺമക്കൾ എന്ന് പറഞ്ഞുള്ള വനിതാ കൂട്ടായ്മയൊക്കെ അമ്മയ്ക്കകത്ത് തന്നെയുണ്ട്. അപ്പം അവർക്കും അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പറയാനും അതിനൊരു പരിഹാരം കിട്ടാനും വേണ്ടി അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ എന്ന രീതിയിലുള്ളൊരു പരിഗണന കൂടി ശ്വേതാ മേനോന് കിട്ടും. സ്വാഭാവികമായിട്ടും അമ്മയുടെ ഉള്ളിൽ എന്തൊക്കെ തർക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ശ്വേതാ മേനോൻ ജയിച്ചു കയറാനുള്ള ഒരു വഴി ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു പക്ഷേ അതിന് ഒരു തടസ്സം നിൽക്കാൻ, അല്ലെങ്കിൽ ശ്വേതയ്ക്ക് ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമച്ചൊരു കേസായിട്ടും ഇത് പരിഗണിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.